ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിച്ച പോലെ തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് അടിയിൽ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് പാനിക് ഉണ്ടായി തുടങ്ങി. സോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരുപാട് പേരെ ട്രാപ്പ് ചെയ്യുമെന്ന്. ഇൻസ്റ്റിറ്റ്യൂഷണലി ഒരുപാട് ട്രാപ്സ് കാണാൻ സാധ്യതയുള്ള മേഖലയാണ് നിഫ്റ്റിയുടെ ഹൈ റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറി തുടങ്ങിയത്. സോ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ബുള്ളിഷ്നെസ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. സോ അതുകൊണ്ട് മാർക്കറ്റ് ഉടനെ ഡൗൺ സൈഡ് വരുമെന്നുള്ളൊരു പ്രതിനിധി എനിക്കില്ല. കാര്യമെന്ന് പറഞ്ഞാൽ മേ ബി ഇതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം മാർക്കറ്റ്. സോ എന്തായാലും മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ കഴിയും. സോ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും മോസ്റ്റ്ലി ഒരു പാനിക് സിറ്റുവേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്തതാവാം. സോ എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്ത് തീരുമാനമെടുക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പോയിട്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ള പ്രോപ്പർലി സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അതായത് 18,382 നിന്നും സെല്ലിംഗ് നടന്ന് 18,141 റേഞ്ചിലേക്ക് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇടിഞ്ഞിട്ടുണ്ട്. സോ അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ആ ഒരു ഏരിയയിൽ ഉണ്ടായ ഒരു സെല്ലിംഗ്, ഇന്നുണ്ടായ സെല്ലിംഗ് എല്ലാ സ്റ്റോക്സിനെ ഒരുപാട് നല്ല സെറ്റപ്സ് സ്പോയിൽ ചെയ്തൊരു സെല്ലിംഗ് ആയിരുന്നു. സോ മാർക്കറ്റ് ഇപ്പോൾ ഇനി ഏത് ഏരിയയിൽ സപ്പോർട്ട് എടുക്കുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ഈ ഒരു ഏരിയ 17,921 എന്നുള്ളൊരു ഏരിയയിൽ മാർക്കറ്റ് മേ ബി സപ്പോർട്ട് എടുത്തേക്കാം. സോ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിൽ എത്ര തവണ പാറ്റേൺ നോക്കാമെന്ന് ചോദിച്ചാൽ അത് അത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാവുന്ന കാര്യമാണ്. സോ പാറ്റേൺ വൈസ് നോക്കാം, വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ സ്ക്യൂസിങ് നടക്കുക. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ, നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ കുറച്ചൊരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം വീണ്ടും ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തും. ഏതാണ് നമ്മൾ പറയുന്ന സോൺ 17,820 എന്നുള്ള ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിലവിൽ 18,154 ഇനിയും സ്മോൾ ക്യാപ്പ് ഇടുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സോ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ചെറിയ ലോസുകളൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്ത് നമ്മുടെ ഒരു ക്യാപിറ്റൽ ബാക്കിയുള്ളത് സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബാക്കി ഇനി ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ എന്താണ്? ബാങ്ക് നിഫ്റ്റിയുടെ കൂടെ ഒരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ആ ഒരു സ്ട്രക്ചർ ബേസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നോക്കിയായിരുന്നു. ആ ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് തീരെ ആ ഒരു ബേസ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. സോ വീണ്ടും ഒരു സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ പറ്റിയ സോൺ നമ്മൾ പറഞ്ഞ മാർക്ക് ചെയ്ത ഏരിയയാണ് 58,580 അല്ലേ. അപ്പം നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിലെ മൂവ്മെന്റ്സ് ക്ലോസ്ലി വാച്ച് ചെയ്ത് തീരുമാനം എടുക്കുക. എന്തായാലും നാളത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെന്റ്സ് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെഷനിൽ കുറച്ചും കൂടെ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 1-2 കാര്യങ്ങൾ ബാക്കി ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആണ്. അപ്പം എയർടെൽ എയർടെൽ, ആക്സിസ് ബാങ്ക്, ഏഷ്യൻ പെയിന്റ്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികൾ ഇന്ന് എന്തായാലും ഒരു ടോപ്പ് ഗെയിനേഴ്സ് എന്ന നിലയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പ് ലൂസേഴ്സ് ഇൻഡിഗോ, ടെക് മഹീന്ദ്ര, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ജിയോ ഫിനാൻഷ്യൽ, ബജാജ് ഫിൻസർവ് എന്ന കമ്പനികളാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്കും ഇന്ന് കുറച്ച് നല്ല സ്റ്റോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഞാൻ ആസ്കോട്ടോ എന്നുള്ള കമ്പനി ഞാൻ ഇപ്പോൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്ന് ഒരു പ്രോഫിറ്റിലായിട്ട് റൺ ചെയ്യുകയാണ് ആസ്കോട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് CDSL ആണ്. ഇപ്പോൾ CDSL ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്തായാലും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട് 1664 എന്നുള്ള ഏരിയയിൽ. സോ നമുക്ക് ഈ ഒരു ഏരിയ മാർക്കറ്റ് റീറ്റെയിൻ ചെയ്യുമോ ഇല്ല എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വലിയ തീരുമാനങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ബാങ്കോ പ്രൊഡക്ട്സ് ആണ്. ബാങ്കോ പ്രൊഡക്ട്സും ഇന്നൊരു സോണിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയ റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു 870 എന്നുള്ള റേഞ്ചിന് മുകളിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഞാൻ ബാങ്കോ പ്രൊഡക്ട്സിൽ പ്രതീക്ഷിക്കുന്നത്. സോ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. ആൻഡ് ഇതൊരു ചാനൽ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ 755 എന്നുള്ള റേഞ്ച് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു ചാനൽ ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ ബാങ്കോ പ്രൊഡക്ട്സിൽ. സോ ബാങ്കോ പ്രൊഡക്ട്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ മൂവ്മെന്റ് നമ്മൾ വാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശേഷം AU ബാങ്ക് ആണ് നമുക്കിന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. വേറെ ഒന്ന് അത് ഏകദേശം പ്രോഫിറ്റിൽ തന്നെ റൺ ചെയ്യുകയാണ് AU ബാങ്ക്. ഒരു ഫൈനൽ ടാർഗറ്റ് ഒരു 947 പ്രതീക്ഷിക്കുന്നുണ്ട്. ശേഷം നമുക്ക് RCF, ഇതൊക്കെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളാണ്. RCF നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ RCF ഇന്നൊരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്കറിയാം മോസ്റ്റ്ലി സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളെല്ലാം ഏകദേശം ക്രാഷ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സോ മേ ബി നാളെ ഇതിൻ്റെ ഒരു ബാക്കി അറ്റംപ്റ്റ് ഉണ്ടാവാം. മാർക്കറ്റിൽ സ്ട്രെങ്ത് കാണിച്ചാൽ ഇതൊരു ബാക്കി അറ്റംപ്റ്റിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി മേ ബി ഉണ്ടാവാം. ഓക്കെ,
ഓക്കെ, ഇത്രയും സ്റ്റോക്സ് ആണ് ബേസിക്കലി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. ബാക്കി നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ബാക്കി സ്റ്റോക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൻ്റെ ഭാഗമായിട്ട് ഒരു മാസഗോൺ നമുക്ക് പരിധിയിലുണ്ട്. സോ മാസഗോൺ നമ്മൾ ചാർട്ട് ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ്. മാസഗോണിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ, താഴെ നിന്നേ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനാണിത്. സോ നമുക്ക് നോക്കാം ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ 2800 ഈ റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ഒരു 2590 ഒരു ബേസിക് സപ്പോർട്ട് റേഞ്ച് ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സോണ് ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2639 ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ സോൺ എന്ന് പറയുന്നത്. 2659 എന്നല്ലെങ്കിൽ 2600 എന്നുള്ള ഈ ഒരു സോൺ ഈ ടോട്ടൽ ഏരിയ മാർക്കറ്റിൻ്റെ ഒരു ബൈയിങ് പ്രഷർ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് മാത്രമേ നമുക്ക് ചർച്ച ചെയ്താൽ മതി. കാര്യം മാർക്കറ്റ് ഒരു ഡെപ്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ സ്റ്റോക്സിലും ആ ഇടിവ് പ്രതിഫലിക്കും. സോ നമുക്ക് നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒക്കെ ഏകദേശം പെർഫോമൻസ് നോക്കിയ ശേഷം കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.